സോ ഇന്ന് ജൂലൈ 8 സുപ്രീം കോടതിയിൽ നീറ്റ് വിഷയത്തിൽ ഹിയറിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലീക്ക് എന്നുള്ളത് കൺഫേംഡ് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിൻ്റെ എക്സ്റ്റെൻഡ് അനുസരിച്ചിട്ടായിരിക്കും ഇനി തുടർ നടപടികൾ എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീനീറ്റിനുള്ള ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സുപ്രീം കോടതി NTA ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായ സമയവും നീറ്റ് എക്സാമും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് അറിയിക്കണം. അതേപോലെ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുള്ളത്, അതായത് ഏതൊക്കെ മാധ്യമങ്ങൾ വഴിയാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുള്ളത്, എത്ര പേരിലേക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയിട്ടുള്ളത്, ഇവർക്കെതിരെ എന്തൊക്കെ ആക്ഷൻ എടുത്തു എന്നുള്ള ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ജൂലൈ 11 ഫൈനൽ ഹിയറിംഗിലേക്ക് സുപ്രീം കോടതി കടക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിൻ്റെ ഗ്യാപ്പ് എത്ര പേരിലേക്കാണ് എത്തിയിട്ടുള്ളത്, അതായത് സുപ്രീം കോടതി പറയുന്നത് ഈ ബെനിഫിഷ്യറീസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവരെ വെച്ചിട്ടൊരു റീനീറ്റ് നടത്തുക എന്നുള്ളൊരു സ്റ്റാൻസും അവിടെയുണ്ട്. പക്ഷേ ഇതൊരു വൈഡ് റേഞ്ച്, അതായത് ടെലഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഇതൊരു ഷെയർ ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൺഫേം ആയി കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി റീനീറ്റ് തന്നെയാണ് അവിടെ ഒരു ഓപ്ഷനായിട്ട് വരുന്നത്. സോ നമുക്ക് എല്ലാ കുട്ടികൾക്കും, അതായത് വളരെ സത്യസന്ധമായിട്ട് പരീക്ഷ എഴുതിയ കുട്ടികൾക്കും എല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിലായിരിക്കട്ടെ നമ്മുടെ വിധി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ജൂലൈ 11.